നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക് സെല്ല്. ഓക്കെ, സെല്ലിന്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പിക്ചർ നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷമായിരിക്കണം നോട്ട് എഴുതാൻ തുടങ്ങുക. ഓക്കെ, മീൻസ് പിക്ചർ വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി എക്സ്പ്ലനേഷൻസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. സോ വാട്സപ്പിൽ ഞാൻ പിക്ചർ സെൻഡ് ചെയ്യും. ആ പിക്ചർ നിങ്ങൾ ഫസ്റ്റ് നോട്ടിൽ സെല്ലിന് ഹെഡിങ് കൊടുത്തിട്ട് അതിനുശേഷം ആ പിക്ചർ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷമാണ് എക്സ്പ്ലനേഷൻസ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സെല്ലിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗീതു കൃഷ്ണ, എന്താ സെല്ല്? സെല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. രവികുമാർ, റെസ്പോൺസ്. സെല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇപ്പൊ സെൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് കോശം, സെല്ലിന്റെ മലയാളം കോശം. ഓക്കെ, സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് മനുഷ്യ ജീവിതത്തിന്റെ എന്താ പറയാ, രൂപപരമായിട്ടും ധർമ്മപരമായിട്ടുമുള്ള കേന്ദ്രമാണ് സെല്ല്. ഓക്കെ, രൂപപരമായിട്ടും ധർമ്മപരമായിട്ടുള്ള ജീവിതത്തിന്റെ കേന്ദ്രമാണ് സെല്ല് അല്ലെങ്കിൽ കോശം. ഓക്കെ, in that നമ്മൾ point wise ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. in that first point, cells are roughly cuboidal or spherical shape. ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, റണ്ണിങ് നോട്ട് എഴുതി വെക്കാം. okay, cells are roughly cuboidal or spherical shape. അതായത് സെല്ലിന്റെ ഷേപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷെല്ലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്യൂബോയിഡൽ ഷേപ്പ് ആയിരിക്കും. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ ചതുരാകൃതി, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട് അല്ലെങ്കിൽ ഗോളമായിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. സെൽസ് ആർ റഫ്ലി ക്യൂബോയിഡൽ ഓർ സ്ഫെറിക്കൽ ഷേപ്പ്. അതായത് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ള ചതുരമായിട്ടുള്ള, ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ചതുരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഗോളാകൃതി അല്ലെങ്കിൽ ഉരുണ്ടതോ ആയിട്ടുള്ള ഒരു ആകൃതി ഷേപ്പാണ് ഉള്ളത് സെല്ലിന്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, cells has two major parts, the nucleus and എന്താ? ഓക്കെ, ഒന്നുകൂടി പറയാം. cells are roughly cuboidal or spherical shape. അതായത് സെൽസിന്റെ ആകൃതിനെ കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. സെൽസിന് കട്ടിയുള്ള ഒരു ചതുരാകൃതിയോ, ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ ചതുരാകൃതി, ഈ ചതുരാകൃതിയോ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളാകൃതി അല്ലെങ്കിൽ ഉരുണ്ടിട്ടുള്ള ഒരു ഷേപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, cells has two major parts, the nucleus and cytoplasm. സെല്ലിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ന്യൂക്ലിയസും രണ്ടാമത്തത് സൈറ്റോപ്ലാസവും. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ സെൽ ഹാസ് ടു മേജർ പാർട്സ്. സെല്ലിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, the nucleus is separated from the cytoplasm by nuclear membrane. The nucleus is separated from the cytoplasm by nuclear membrane. അതായത് ഈ സൈറ്റോപ്ലാസത്തെ ന്യൂക്ലിയസ് മീൻസ് സൈറ്റോപ്ലാസത്തെയും ന്യൂക്ലിയസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് സെല്ലിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗമുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും. അപ്പൊ ഈ ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. മെംബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു പാളിയാണ്. ഓൾറെഡി എന്താണ്, ഈ ന്യൂക്ലിയസിനും സൈറ്റോപ്ലാസത്തിന്റെ നടുവിൽ ഒരു പാളിയുണ്ട്. ആ പാളിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലോട്ട് വരാം. ഓക്കെ, ഒന്നുകൂടി പറയാം. The nucleus is separated from the cytoplasm by nuclear membrane. അതായത് ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വേർതിരിച്ചിരിക്കുന്നത്
അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ഒരു പാളി പോലെ നിലകൊള്ളുന്ന ഭാഗം. ഓക്കെ, ന്യൂക്ലിയസിനും സൈറ്റോപ്ലാസത്തിനും മധ്യേ ഇടയിൽ ഒരു പാളി നിലകൊള്ളുന്നുണ്ട്. ആ പാളിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ക്ലിയർ ആയോ? ക്ലിയർ? ഗിവ് റെസ്പോൺസ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് ഓക്കെ ഓക്കെ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. നെക്സ്റ്റ് പോയിന്റ്, ദ സൈറ്റോപ്ലാസം ഈസ് separated from the surrounding fluids by the cell membrane, also called the plasma membrane. അതായത് ഈ സൈറ്റോപ്ലാസത്തെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്സിൽ നിന്ന്, സറൗണ്ടിങ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ദ്രാവകത്തിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം, ഈ സൈറ്റോപ്ലാസത്തെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്സിൽ നിന്ന്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വാട്ടർ, ഓക്കെ, അതായത് വാട്ടറി ഫോമിൽ നിന്ന്, അതായത് ചുറ്റുമുള്ള ഈ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ. അതായത് സൈറ്റോപ്ലാസത്തെ ദ്രാവകത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു പാളി നിലകൊള്ളുന്നുണ്ട്. ആ പാളിനെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി പറയണോ? Okay, the cytoplasm is separated from the surrounding fluids by the cell membrane, also called the plasma membrane. അതായത് സൈറ്റോപ്ലാസത്തെ ചുറ്റുമുള്ള ദ്രാവകത്തിൽ നിന്ന്, ഫ്ലൂയിഡിൽ നിന്ന്, ചുറ്റുമുള്ള ഫ്ലൂയിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേർതിരിച്ചിട്ട് ഒരു ഭാഗമുണ്ട്. അതായത് ചുറ്റുമുള്ള ഫ്ലൂയിഡിൽ നിന്നും സൈറ്റോപ്ലാസത്തിനും ഇടയിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ പറയുന്ന പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ക്ലിയർ? ഒന്നും കൂടി സെൽ എന്താന്ന് ഒന്നും കൂടി പറയാൻ പോവാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് കോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ രൂപപരമായിട്ടും ധർമ്മപരമായിട്ടുമുള്ള കേന്ദ്രമാണ് കോശം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, സെൽസ് ആർ റഫ്ലി ക്യൂബോയിഡൽ ഓർ സ്ഫെറിക്കൽ ഷേപ്പ്. സെൽസിന്റെ ആകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്യൂബോയിഡൽ ചതുരാകൃതി അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഗോളാകൃതി ആണ്. രണ്ടാമത്തെ പോയിന്റിലോട്ട് വന്നപ്പോൾ സെൽ ഹാസ് ടു മേജർ പാർട്സ്, ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. സെല്ലിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്, ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, ദ ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിനും ഇടയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, അതായത് ന്യൂക്ലിയസിനും സൈറ്റോപ്ലാസത്തിനും ഇടയിലുള്ള ഒരു പാളിനെ പറയുന്ന അല്ലെങ്കിൽ ഒരു ലെയറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലോട്ട് വന്നപ്പോൾ ദ സൈറ്റോപ്ലാസം ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്സ് ബൈ ദ സെൽ മെംബ്രെയിൻ, ഓൾസോ കോൾഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് സൈറ്റോപ്ലാസത്തെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനിടയിൽ നിൽക്കുന്ന ഭാഗമാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. സൈറ്റോപ്ലാസത്തിനും സറൗണ്ടിങ് ചുറ്റുമുള്ള വെള്ളത്തിനും അല്ലെങ്കിൽ ആ ഒരു ദ്രാവകത്തിനും ഇടയിൽ നിൽക്കുന്ന ആ ഒരു പാളിനെ പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് വരാം. അടുത്ത പോയിന്റ്, ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ദ സൈറ്റോപ്ലാസംസ് are as follows. The basic constituents of the cytoplasm are as follows. അതായത് ഇനി സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് പറയാൻ പോകുന്നത്, താഴെ പറയുന്നത്. ഓക്കെ, അതായത് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂയൻസ് ആണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, വാട്ടർ. വാട്ടർ ഉണ്ടാകും, മീൻസ് ജലം ഉണ്ടാകും. ദെൻ സെക്കൻഡ് വൺ, അയൺസ്. അയോണുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചെറിയ ക്ലാസ്സിൽ. അയോൺസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് എഴുതി വെച്ച എക്സാമ്പിൾസ് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ്, അതൊക്കെയാണ് അയൺസ്. ഓക്കെ, അയൺസ് ഉണ്ടാകും. ദെൻ തേർഡ് പോയിന്റ്, പ്രോട്ടീൻസ്. മൂന്നാമത്തത് പ്രോട്ടീൻസ് ഉണ്ടാകും. ഓക്കെ, പ്രോട്ടീൻസിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ഉണ്ട്, സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഉണ്ട്, ഫങ്ഷണൽ പ്രോട്ടീൻസും ഉണ്ട്. അതായത് ധർമ്മപരമായിട്ട് മീൻസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് രൂപത്തിന് ആവശ്യമായിട്ട് സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ,
മീൻസ് ഷേപ്പ് എല്ലാം രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനും ഉണ്ട്, ധർമ്മങ്ങൾ നിറവേറ്റുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീനും ഉണ്ട്, ഫങ്ഷണൽ പ്രോട്ടീനും ഉണ്ട് പ്രോട്ടീൻസിൽ തന്നെ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ലിപ്പിഡ്സ്. ഓക്കെ, ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ഫോസ്ഫോലിപ്പിഡ്സും ആൻഡ് കൊളസ്ട്രോളും. ലിപ്പിഡ്സിൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റും ഉണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അഞ്ചാമത്തത് കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കണ്ടന്റ്സ് ആണ്, ഇത്രയും ഘടകങ്ങളാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. ഒന്നാമത്തത് വാട്ടർ, ജലം ഉണ്ടാകും. രണ്ടാമത്തത് അയൺസ് ഉണ്ടാകും. അയൺസിന് എക്സാമ്പിൾസ് പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫേറ്റ് പോലുള്ള ഘടകങ്ങൾ ഉണ്ടാകും. ദെൻ പ്രോട്ടീൻസ്, മൂന്നാമത്തത് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് തന്നെ ഇറ്റ് ഈസ് 2 ടൈപ്സ് ഉണ്ട്, സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഫങ്ഷണൽ പ്രോട്ടീൻസും. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപപരമായിട്ടുള്ളത് സഹായിക്കുന്നത്, ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മപരമായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസും ഉണ്ട്. ദെൻ നാലാമത്തത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് പറഞ്ഞത് ഫോസ്ഫോലിപ്പിഡ്സും കൊളസ്ട്രോളും. അഞ്ചാമത്തത് കാർബോഹൈഡ്രേറ്റ്സ്. ഇത്രയും കണ്ടന്റ്സ്, ഇത്രയും ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിങ്ങിലോട്ട് പോകാം. സെല്ലിൽ തന്നെ നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ഇന്റേണൽ ഓർഗനൈസേഷൻ. അതായത് ഇതിന്റെ ഉള്ളിലെ ഘടകങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് എന്താന്നൊക്കെ പറയാൻ പോവുകയാണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള സെല്ലിന്റെ ഉള്ളിലുള്ള ഘടകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. മെയിൻ ഹെഡിങ് ഇന്റേണൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ന്യൂക്ലിയസ്. Okay, nucleus, it contains DNA which directs activity of the cells. Nucleus ന്റെ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, contains DNA which directs activity of the cells. ന്യൂക്ലിയസിലാണ് എന്ത് അടങ്ങിയിരിക്കുന്നത്? DNA അടങ്ങിയിരിക്കുന്നത്. ഈ DNA ആണ് സെല്ലിന്റെ പ്രവർത്തനങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്, മീൻസ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ന്യൂക്ലിയസ്, it contains DNA which directs activity of the cells. അതായത് ന്യൂക്ലിയസിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? DNA അടങ്ങിയിട്ടുണ്ട്. ഈ DNA ആണ് സെല്ലിന്റെ, കോശങ്ങളുടെ പ്രവർത്തനത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, ഭരിക്കുന്നത് എന്നുള്ള അർത്ഥം. ക്ലിയർ ആയ ഒന്നാമത്തെ പോയിന്റ്? DNA എന്താന്ന് നിങ്ങളൊക്കെ ഓൾറെഡി മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, DNA എന്താന്ന് ആരെങ്കിലും പറയാം? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതുമാണ്. സയൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ DNA എക്സ്പാൻഡ് ചെയ്ത് പറയാം. സയൻസ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? Give response. Give any response. DNA കുറിച്ച് ആർക്കും അറിയില്ല DNA എന്താന്ന്? ഓക്കെ, നാളെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് പറയാം. DNA നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. DNAയും RNA ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് മൂവീസിൽ വരെ DNA എന്താന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ DNA എന്താന്ന് നാളത്തേക്കുള്ള വർക്കാണ്. DNA എന്താന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, അതായത് ന്യൂക്ലിയസിൽ DNA അടങ്ങിയിട്ടുണ്ട്. ഈ DNA ആണ് കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഓർഗനല്ലേ. ഇന്റേണൽ ഓർഗനൈസേഷനിലെ ഫസ്റ്റത്തത് ന്യൂക്ലിയസ്, രണ്ടാമത്തത് ഓർഗനല്ലേ. ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. രണ്ടാമത്തത് ഓർഗനല്ലേ. ഓക്കെ, ഇൻ ദാറ്റ് എ സെൽ കമ്പോണന്റ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ ഇൻ ദ സെൽ. ഓർഗനല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിലുള്ള ഘടകത്തെയാണ്, ഒരു സെല്ലിലുള്ള ഒരു കമ്പോണന്റിന്റെ പേരാണ് ഓർഗനല്ലേ. ഓക്കെ, ഇത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങൾ ആണ് സെല്ല് നിർവഹിക്കുന്നത്. അതായത് സെല്ലിലുള്ള ഘടകങ്ങളെയാണ് ഓർഗനല്ലേ എന്ന് പറയുന്നത്. ആ ഓർഗനൽസിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങൾ, ഓരോ ഓർഗനൽസിനും പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഉള്ളത്. ഓർഗനൽസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കും. ഓക്കെ, ഓർഗനല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിലുള്ള ഘടകങ്ങളാണ്. അതായത് ഇതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ധർമ്മമാണ് ഉള്ളത്, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് യൂകാരിയോട്സ്. യൂകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് യൂകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂകാരിയോട്ടിക് ആയിട്ടുള്ള സെല്ല് എന്തുണ്ട്? യൂകാരിയോട്ടിക് ആയിട്ടുള്ള കോശങ്ങളിൽ ന്യൂക്ലിയസും ഉണ്ടാകും, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ. ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിര്, അതായത് പാളി അതിരായിട്ട് നിൽക്കുന്ന ഓർഗനൽസ് ഉണ്ടാകും. ഓർഗനല്ലേ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു സെല്ലിലുള്ള ഒരു കണ്ടന്റ് ആണ്, ഒരു കമ്പോണന്റ് ആണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്നത്.
ഓക്കെ, അതായത് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മീൻസ് ഒരു പാളി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഓർഗനൽസും ഉണ്ടാകും, ന്യൂക്ലിയസും ഉണ്ടാകും. അങ്ങനെയുള്ള കോശങ്ങളെയാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇത് കാണപ്പെടുന്നത് ആനിമൽസിലും പ്ലാന്റ്സിലുമാണ്. മീൻസ് മനുഷ്യരിലും അതുപോലെ തന്നെ മൃഗങ്ങളിലും അതുപോലെ തന്നെ പ്ലാന്റ്സിലൊക്കെ ആണ്. ഓക്കെ, യൂകാരിയോട്സ് ഒന്നും കൂടി പറയാം. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. കോശത്തില് ന്യൂക്ലിയസും ഉണ്ട്, അതുകൂടാതെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മീൻസ് പാളി അതിരായിട്ട് നിൽക്കുന്ന ഓർഗനൽസും ഉണ്ടെങ്കിൽ അതിനെ യൂകാരിയോട്സ് എന്ന് പറയും. എക്സാമ്പിൾസ് ആനിമൽസിലും പ്ലാന്റ്സിലൊക്കെ ഈ കോശമാണ് കാണപ്പെടുന്നത്. യൂകാരിയോട്ടിക് സെല്ലാണ് കാണപ്പെടുന്നത്. ഓക്കെ, നാലാമത്തത് പ്രോകാരിയോട്സ്. നാലാമത്തെ പോയിന്റ് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ് നേരെ ഓപ്പോസിറ്റ്. സെൽസ് ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. എക്സാമ്പിൾ ബാക്ടീരിയ. അതായത് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള കോശത്തില് ന്യൂക്ലിയസും ഇല്ല, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഇല്ല. എക്സാമ്പിൾ ബാക്ടീരിയ. ബാക്ടീരിയ ഒക്കെ പ്രോകാരിയോട്ടിക് സെല്ലാണ്, പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ജീവികളാണ്. ഓക്കെ, അതായത് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ന്യൂക്ലിയസും ഇല്ല, പ്രത്യേകമായിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ഇല്ല. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഇന്റേണൽ ഓർഗനൈസേഷൻ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് DNA which directs activity of the cells. ന്യൂക്ലിയസിലാണ് DNA ഉള്ളത്. ഈ DNA ആണ് കോശങ്ങളുടെ പ്രവർത്തനത്തെയൊക്കെ ഭരിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ട് വന്നപ്പോൾ ഓർഗനൽസ്. ഓർഗനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെൽ കമ്പോണന്റ് ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ ഇൻ ദ സെൽ. കോശത്തിലുള്ള ഒരു പ്രത്യേക ഘടകങ്ങളെയാണ് ഓർഗനൽ എന്ന് പറയാം. ഇതിന് പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഉള്ളത്. ദെൻ തേർഡ് വൺ യൂകാരിയോട്സ്. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ദാറ്റ് കണ്ടെയ്ൻ എ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതായത് കോശങ്ങളിൽ ന്യൂക്ലിയസും അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് മീൻസ് പാളികൾ മീൻസ് അതിരുള്ള രീതിയിലുള്ള മെംബ്രെയിൻ ബൗണ്ട് എന്ന് പറഞ്ഞാൽ പാളി കൊണ്ട് അതിരായിട്ടുള്ള ഓർഗനൽസും ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? യൂകാരിയോട്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ആനിമൽസും പ്ലാന്റ്സും. ആനിമൽസിലും പ്ലാന്റ്സിലൊക്കെ യൂകാരിയോട്ടിക് ആയിട്ടുള്ള സെല്ലാണ് കാണപ്പെടുന്നത്. ദെൻ നാലാമത്തത് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ സെൽസ് ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. പ്രോകാരിയോട്സിൽ എന്താണ്? ന്യൂക്ലിയസും പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള കോശത്തില് ന്യൂക്ലിയസും ഉണ്ടാകില്ല, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് മീൻസ് അതിര് പാളികളുള്ള ഓർഗനൽസും ഉണ്ടാകില്ല. എക്സാമ്പിൾസ് ബാക്ടീരിയ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ. ഓക്കെ, ഓർഗനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെൽ കമ്പോണന്റ്, അതായത് കോശത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഘടകമാണ്. ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ ഇൻ ദ സെല്ല്. അതായത് കോശത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന് ഓരോന്നിനും ഉള്ളത്. ക്ലിയർ? Is it clear? Please give response. Okay. ഇനി നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, ഓർഗനൽസ്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ഓർഗനൽസ്. ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിലെ കമ്പോണന്റ് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയാണ് ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്, ഓർഗനൽസ്. ഓക്കെ, ഓർഗനൽസ് 16 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 16 എണ്ണവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എക്സാം സൈഡിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഓർഗനൽസ്. 16 എണ്ണമാണുള്ളത്. 16 എണ്ണത്തിന്റെയും സ്ട്രക്ചറും അതുപോലെ തന്നെ ഫംഗ്ഷനുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 16 കമ്പോണൻസ് ആണുള്ളത്. ഇത് ജസ്റ്റ് ഞാൻ വായിക്കുവാണ്. 16 ഓർഗനൽസിന്റെ പേര് ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ. ഈ ഓർഗനൽസിന്റെ പേരുകൾ നിങ്ങൾ എന്താ ചെയ്യാ, വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ജസ്റ്റ് വായിച്ചു വിടാം. ഒന്നാമത്തത് സെൽ മെംബ്രെയിൻ, സെക്കൻഡ് വൺ ന്യൂക്ലിയസ്, then cell wall, then cytoplasm, then cytoskeleton, then ribosomes, then endoplasmic reticulum, then Golgi apparatus, then mitochondria, then lysosomes, then peroxisomes, then cilia and flagella, then basal bodies, then centrioles, then vacuoles and plastids. അങ്ങനെ 16 ഓർഗനൽസ് ആണുള്ളത്. സെല്ലിലെ 16 ഘടകങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ 16 ഓർഗനൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഈ മൈറ്റോകോൺട്രിയയും ലൈസോസോം ഒക്കെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാം. ഓക്കെ, ഈ 16 എണ്ണത്തിന്റെ പേര് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ 16 എണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ
സെൽ മെംബ്രെയിൻ. ഓക്കെ, നിങ്ങൾക്ക് ഓർഗനൽസ് വരെ എടുത്ത എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? മീൻസ് എല്ലാ ഹെഡിങ്സും ക്ലിയർ ആണോ? സെല്ലിന്റെ ഡെഫിനിഷനും പോയിന്റ്സും ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. ഓർഗനൽസ് വരെ ക്ലിയർ ആണോ? ഗീവ് എനി റെസ്പോൺസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർഗനൽസിലെ ഒന്നാമത്തത് സെൽ മെംബ്രെയിൻ ആണ്. 16 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റിലോട്ടാണ്, ഒന്നാമത്തെ ഘടകത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തത് സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ മെയിൻ ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഇൻ ദാറ്റ് സബ് ഹെഡിങ് സ്ട്രക്ചർ, അതിന്റെ രൂപം എങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിർമ്മിച്ചേക്കുന്നതാണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് സ്ട്രക്ചറിൽ phospholipid bilayer with proteins that function as channels, markers and receptors also contains cholesterol which provides rigidity. അതായത് ഇതിന്റെ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ രൂപം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വിത്ത് പ്രോട്ടീൻസ് ആണ്. അതായത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ബൈലെയർ ആണ്. ബൈലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാളികളാണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡിന്റെ 2 പാളികളാണ് വിത്ത് പ്രോട്ടീൻസ്. ഇത് കൂടാതെ തന്നെ ഇതില് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ ഘടകവും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വിത്ത് പ്രോട്ടീൻസ് ആണ്. അതായത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകം കൊണ്ടുള്ള ബൈലെയർ 2 പാളികളാണ് ഉള്ളത് വിത്ത് പ്രോട്ടീൻസ്. അതുകൂടാതെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഫങ്ഷൻ ആസ് ചാനൽസ്. അതായത് ഈ പ്രോട്ടീൻസ് എങ്ങനെയാണ് വർത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചാനൽ ആയിട്ടാണ്, മീൻസ് ഒരു വഴിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു വാഹകരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് റിസപ്റ്റേഴ്സ്, അതുകൂടാതെ തന്നെ റിസപ്റ്റേഴ്സ് ആയിട്ട്, മീൻസ് എല്ലാത്തിനെയും എതിർക്കുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന എല്ലാത്തിനെയും എതിർക്കുന്ന രീതിയിലുള്ള ഒരു റിസപ്റ്റർ ആയിട്ടുമാണ് നിലകൊള്ളുന്നത്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. അതുകൂടാതെ ഈ സ്ട്രക്ചറിൽ എന്തുണ്ട്? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. ഇത് എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഇതാണ് ഈ സെൽ മെംബ്രെയിന് കട്ടി കൊടുക്കുന്നത്. ഒന്നും കൂടി പറയാം, സ്ട്രക്ചർ അതായത് ഇതെങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. മീൻസ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഘടകം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന 2 പാളികളാണ്. ബൈലെയർ എന്ന് പറഞ്ഞാൽ 2 പാളികളാണ് വിത്ത് പ്രോട്ടീൻസ്. അതുകൂടാതെ ഇതിൽ എന്തുണ്ട്? പ്രോട്ടീൻസും ഉണ്ട്. ദാറ്റ് ഫങ്ഷൻ ആസ് ചാനൽസ് ആൻഡ് റിസപ്റ്റേഴ്സ്. ഇതെങ്ങനെയാണ് വർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാനലായിട്ട്, ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ റിസപ്റ്റർ ആയിട്ട് എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു ഘടകമായിട്ടൊക്കെയാണ് നിലകൊള്ളുന്നത്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. അതുകൂടാതെ തന്നെ ഇതിൽ എന്തുണ്ട്? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഘടകവും കൂടി ഈ സെൽ മെംബ്രെയിനിൽ ഉണ്ട്. വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഇതാണ് സെൽ മെംബ്രെയിന് കട്ടി കൊടുക്കുന്നത്. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ കട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ കാഠിന്യം കൊടുക്കുന്നത്. ക്ലിയർ ആയോ സ്ട്രക്ചർ? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. അതായത് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള 2 പാളികളാണ്. ബൈലെയർ എന്ന് പറഞ്ഞാൽ 2 പാളികളാണ് വിത്ത് പ്രോട്ടീൻസ്. അതുകൂടാതെ തന്നെ ഇതിൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്, ഒരു ഘടകവും അടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഫങ്ഷൻ ആസ് ചാനൽസ്. ഈ ബൈലെയർ അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ചാനലായിട്ട്, ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ ആയിട്ട്. ആൻഡ് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുന്ന രീതിയിലുള്ള ഒരു ഘടകമായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. അതുകൂടാതെ തന്നെ ഇതിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഘടകം കൂടി അടങ്ങിയിട്ടുണ്ട്. വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഇതാണ് റിജിഡിറ്റി കൊടുക്കുന്നത്, അതായത് കട്ടി കൊടുക്കുന്നത്. ഈ സെൽ മെംബ്രെയിന് കട്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ കാഠിന്യം കൊടുക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിന്റെ ഫങ്ഷൻ നോക്കാം. നെക്സ്റ്റ് സബ് ഹെഡിങ് ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ selectively permeable boundary between cell and the external environment. ഒന്നുകൂടി പറയാം. ഫങ്ഷൻ selectively permeable boundary between cell and the external environment. അതായത് ഈ സെൽ മെംബ്രെയിൻ എങ്ങനെയാണ്, അതിന്റെ ഒരു ധർമ്മം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എക്സ്റ്റേണൽ എൻവയോൺമെന്റിനും സെല്ലിനും ഇടയിലുള്ള ഒരു അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. മീൻസ് കോശത്തിനും പുറമേയുള്ള ചുറ്റുമുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള, ഔട്ട്സൈഡ് ഉള്ള അന്തരീക്ഷത്തിൽ നിന്നും കോശത്തിനും ഇടയിൽ മധ്യത്തിലുള്ള ഭാഗമാണ് ഒരു അതിരായിട്ട്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിര്. പെർമിയബിൾ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അതിരാണ്. അതായത് പുറമേയുള്ള അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ സെല്ലിനും കോശത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു ബൗണ്ടറി, ഒരു അതിരായിട്ടാണ് നിലകൊള്ളുന്നത് സെൽ മെമ്പറൈൻ. അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. ഒരു അതിരായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം. അതായത് പുറമേയുള്ള അന്തരീക്ഷത്തിനും കോശത്തിനും നടുവില് ഒരു അതിരായിട്ട്, ബൗണ്ടറി ആയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ മെമ്പറൈന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞ ഒരു പാളിയാണ്, ഓൾറെഡി ഒരു പാളിയാണ്, ലെയർ ആണ്. ഓക്കെ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ടീവ്ലി പെർമിയബിൾ ബൗണ്ടറി ബിറ്റ്വീൻ സെൽ ആൻഡ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. സെൽ എന്ന് പറഞ്ഞാൽ കോശം. ഈ കോശത്തിനും പുറമേ ഉള്ള ഔട്ട്സൈഡ് ആയിട്ടുള്ള അന്തരീക്ഷത്തിനും നടുവിലായിട്ട് ഒരു പാളിയായിട്ട് അല്ലെങ്കിൽ ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ് എന്ത്? ഈ സെൽ മെമ്പറൈൻ. ഒരു പാളി, അതായത് കോശത്തിനും കോശത്തിനും പുറമേ ഉള്ള അന്തരീക്ഷത്തിനും നടുവിൽ കാണപ്പെടുന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ് സെൽ മെമ്പറൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ സെൽ മെമ്പറൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇങ്ങനെ ഓരോ ഘടകത്തെയും സെപ്പറേറ്റ് ചെയ്താണ് പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറും അതുപോലെ അതിന്റെ ഫംഗ്ഷനും അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. രണ്ടാമത്തത് ന്യൂക്ലിയസ്. ഒന്നാമത്തെ ഘടകം സെൽ മെമ്പറൈൻ പഠിച്ചു. ഇനി രണ്ടാമത്തെ ഘടകമാണ് പഠിക്കാൻ പോകുന്നത്, ന്യൂക്ലിയസ്. സെക്കൻഡ് വൺ, ന്യൂക്ലിയസ്. ഓക്കെ. ഇൻ ദാറ്റ് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ, ന്യൂക്ലിയസിലെ സബ് ഹെഡിങ് സ്ട്രക്ചർ. ഓക്കെ. The nucleus is sphere that contains another sphere called nucleolus. അതായത് ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഫിയർ ഷേപ്പ് ആണ്, മീൻസ് ഗോളാകൃതിയാണ്. ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ. ന്യൂക്ലിയസിൽ തന്നെ ഒരു എക്സ്ട്രാ സ്ഫിയറും കൂടി, എക്സ്ട്രാ ഒരു ചെറിയ ഗോളം കൂടി ഉണ്ട്. ആ ഗോളത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ്. ഒന്നുകൂടി പറയാം, ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന്. അതായത് the nucleus is sphere. ന്യൂക്ലിയസ് ഒരു സ്ഫിയർ, ഗോളാകൃതിയാണുള്ളത്. ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ എക്സ്ട്രാ ഒരു ഗോളം കൂടി കാണപ്പെടുന്നു. ആ ഗോളത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഓക്കെ. സ്ട്രക്ചർ ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഫംഗ്ഷൻ. അടുത്ത ഒന്നുകൂടി പറയണോ? ഓക്കെ. ന്യൂക്ലിയസ് ഈസ് സ്ഫിയർ. അതായത് ന്യൂക്ലിയസിന്റെ ഷേപ്പ് സ്ഫിയർ ആണ്, മീൻസ് ഗോളാകൃതിയാണ്, റൗണ്ടിലാണ്. ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ. ആ ന്യൂക്ലിയസിൽ തന്നെ വേറൊരു സ്ഫിയറും കൂടി ഉണ്ട്, വേറൊരു ഗോളാകൃതി കൂടി ഉണ്ട്. അതിനെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നു. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോലസും ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയാണ്. ആ ന്യൂക്ലിയസിൽ തന്നെ എക്സ്ട്രാ ഒരു സ്ഫിയറും കൂടി, എക്സ്ട്രാ ഒരു ഗോളം കൂടി കാണപ്പെടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ക്ലിയർ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഫംഗ്ഷൻ. അടുത്ത സബ് ഹെഡിങ് ഫംഗ്ഷൻ. ഓക്കെ. ഫംഗ്ഷനിൽ ഫസ്റ്റ് പോയിന്റ് സ്റ്റോറേജ് സെന്റർ ഓഫ് സെൽസ് DNA. സ്റ്റോറേജ് സെന്റർ ഓഫ് സെൽസ് DNA. നമ്മൾ ഓൾറെഡി ഇന്റേണൽ ഓർഗനൈസേഷനിൽ പറഞ്ഞു, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA കാണപ്പെടുന്നത്. ഓക്കെ. അതായത് ഫംഗ്ഷൻ എന്താണ്? സെല്ലിന്റെ DNA സ്റ്റോർ ചെയ്യുന്ന കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നുണ്ട് ന്യൂക്ലിയസ്. സെല്ലിലെ കോശത്തിലെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമാണ് ന്യൂക്ലിയസ്. കോശത്തിലെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമാണ് ന്യൂക്ലിയസ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ, മാനേജ് സെൽ ഫംഗ്ഷൻസ്. മാനേജ് സെൽ ഫംഗ്ഷൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു DNA ആണ് എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതെന്ന്. ഓൾറെഡി ന്യൂക്ലിയസിലാണ് DNA കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? മാനേജ് സെൽ ഫംഗ്ഷൻസ്. അതായത് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ക്ലിയർ? ഒന്നാമത്തെ ഫംഗ്ഷൻ സ്റ്റോറേജ് സെന്റർ ഓഫ് സെൽസ് DNA. കോശത്തിന്റെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമാണ്. കോശത്തിന്റെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമായിട്ടാണ് ന്യൂക്ലിയസ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ് സെൽ ഫംഗ്ഷൻസ്, മീൻസ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. ക്ലിയർ? ഗീവ് റെസ്പോൺസ്. ഓക്കെ.
നെക്സ്റ്റ് മൂന്നാമത്തേതിലോട്ട് പോകാം. ഒന്നാമത്തെ ഘടകം സെൽ മെംബ്രെയിൻ, രണ്ടാമത്തെ ഘടകം ന്യൂക്ലിയസ്, മൂന്നാമത്തത് സെൽ വാൾ. Okay, in that subheading structure. Okay, rigid wall made up of cellulose, proteins and carbohydrates. Structure എങ്ങനെയാണ്? Rigid wall made up of cellulose, proteins and carbohydrates. അതായത് സെൽ വാൾ എന്ന് പറഞ്ഞാൽ കോശഭിത്തി. ഓക്കെ, കോശഭിത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിജിഡ് വാൾ ആണ്. റിജിഡ് വാൾ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു ഭിത്തിയാണ്. ഇത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലുലോസ് എന്ന് പറഞ്ഞ ഘടകമുണ്ട്, പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഘടകമുണ്ട്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഘടകമുണ്ട്. ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കട്ടിയായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഈ സെൽ വാൾ. ഒന്നുകൂടി പറയാം. സ്ട്രക്ചർ റിജിഡ് വാൾ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് പ്രോട്ടീനും സെല്ലുലോസും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കട്ടിയുള്ള ഒരു ഭിത്തിയാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, എന്നോട് പറയണോ? ഓക്കെ, അതായത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെൽ വാൾ എന്ന് പറഞ്ഞാൽ കോശഭിത്തി. കോശഭിത്തിന്റെ സ്ട്രക്ചർ രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. റിജിഡ് വാൾ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ഇത് കട്ടിയുള്ള ഒരു ഭിത്തിയാണ്. ഇത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലുലോസ്, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് ഫംഗ്ഷൻ, സബ് ഹെഡിങ് ഫംഗ്ഷൻ. Okay, function boundary around the plant cell outside of the cell membrane that provides structure and support. ഈ കോശഭിത്തി ഒരു അതിരായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. പ്ലാന്റ് സെൽസിൽ ഒരു അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. മീൻസ് സെൽ മെംബ്രെയിനും അതായത് കോശപാളിക്കും അതുപോലെ തന്നെ സെല്ലിനും ഇടയിലുള്ള ഒരു അതിരായിട്ടാണ് ഈ കോശഭിത്തി നിലകൊള്ളുന്നത്. That provides structure and support. ഇതാണ് ഈ കോശത്തിന് സ്ട്രക്ചർ നൽകുന്നത്, രൂപം നൽകുന്നതും അതുകൂടാതെ തന്നെ സപ്പോർട്ട് മീൻസ് താങ്ങി നിർത്തുന്നതും, കോശത്തെ താങ്ങി നിർത്തുന്നതും അതുപോലെ തന്നെ അതിന് സ്ട്രക്ചർ നൽകുന്നതും മീൻസ് രൂപം അല്ലെങ്കിൽ ഷേപ്പ് നൽകുന്നതും. അതായത് കോശഭിത്തി പ്ലാന്റ് സെല്ലിന് ഒരു അതിരായിട്ടാണ്. മീൻസ് കോശത്തിനും അതുപോലെ തന്നെ സെൽ മെംബ്രെയിനും കോശപാളിക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു അതിര്. അതായത് കോശത്തിനും കോശപാളിക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു അതിരായിട്ട്, ഒരു ബൗണ്ടറി ആയിട്ടാണ് നിലകൊള്ളുന്നത്. ഇതാണ് കോശത്തിന് ഷേപ്പ് നൽകുന്നതും അതുപോലെ തന്നെ സപ്പോർട്ട് നൽകുന്നതും മീൻസ് താങ്ങി നിർത്തുന്നതും ഈ കോശഭിത്തിയാണ്. ഓൾറെഡി കോശഭിത്തി എന്താണ്? കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞു. ഒരു കട്ടിയുള്ള ഭിത്തിയാന്ന് പറഞ്ഞു. ഒരു ഭിത്തിയായിട്ട് നിലകൊള്ളുകയാണ്. എന്തിനൊക്കെ? കോശത്തിനും അതുപോലെ തന്നെ സെൽ മെംബ്രെയിനും കോശപാളിക്കും ഇടയിലായിട്ടാണ് കാണപ്പെടുന്ന ഒരു ബൗണ്ടറി, ഒരു അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. ഇത് കോശത്തിന് രൂപം നൽകുന്നു അതുപോലെ തന്നെ സപ്പോർട്ടും നൽകുന്നു. ക്ലിയർ? എല്ലാം ചെറുതായിട്ട് കണക്റ്റഡ് ആണ്. എന്താ? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അയാളുടെ റേഞ്ച് പ്രോബ്ലം ആണ്. ഓക്കെ, അങ്ങനെയുള്ളവർ യൂട്യൂബിൽ കാണുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് സെൽ മെംബ്രെയിന്, ദെൻ ന്യൂക്ലിയസ്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, 3 പോയിന്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് സെൽ മെംബ്രെയിൻ. ഓക്കെ, ഇൻ ദാറ്റ് സ്ട്രക്ചർ phospholipid bilayer with proteins that function as channels, receptors and also contains cholesterol which provides rigidity. അതായത് സെൽ മെംബ്രെയിൻ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു 2 പാളികളാണ്, ബൈലെയർ ആണ്. അതുകൂടാതെ അതിൽ പ്രോട്ടീൻസും ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഒരു ചാനലായിട്ട്, ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു റിസപ്റ്റർ ആയിട്ട് റിസപ്റ്റർ എന്ന് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. റിസപ്റ്റർ എന്ന് എതിർക്കുന്ന ഘടകം എന്നൊക്കെയാണ് വരുന്നത്. റിസപ്റ്റർ ആയിട്ടും നിലകൊള്ളുകയാണ്. ആൻഡ് ഓൾസോ കണ്ടെയ്ൻസ് കൊളസ്ട്രോൾ. അതുകൂടാതെ തന്നെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്. ഇത് കട്ടി നൽകുകയാണ്. വിച്ച് പ്രൊവൈഡ്സ് റിജിഡിറ്റി. ഇത് സെൽ മെംബ്രെയിന്, ഈ കോശപാളിക്ക് കട്ടി നൽകുകയാണ്. ദെൻ ഫംഗ്ഷൻ ആണ് പഠിച്ചത്. സെലക്ടീവ്ലി പെർമിയബിൾ ബൗണ്ടറി ബിറ്റ്വീൻ സെൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്.
ഈ കോശഭിത്തിയും അതായത് സെൽ മെമ്പറൈനും സെൽ വാളും മാറിപ്പോകരുത്. ഓക്കെ, സെൽ മെമ്പറൈനിൽ എന്താണ് പറയുന്നത്, എന്തിന്റെ അതിരായിട്ടാണ് നിലകൊള്ളുന്നത്, പുറമേയുള്ള ചുറ്റുമുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റിനും കോശത്തിനും ഇടയിൽ, കോശത്തിനും പുറമേയുള്ള അന്തരീക്ഷത്തിനും ഇടയിലുള്ള ഒരു അതിരായിട്ടാണ് ഈ സെൽ മെമ്പറൈൻ നിലകൊള്ളുന്നത്. ഓക്കെ, രണ്ടാമത്തത് ന്യൂക്ലിയസ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the nucleus is sphere that contains another sphere called nucleus. അതായത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോളാകൃതിയാണ്. ഇത് കൂടാതെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു എക്സ്ട്രാ ഒരു ഗോളം കൂടിയുണ്ട്. ആ ഗോളത്തെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നു. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് സെന്റർ ഓഫ് സെൽസ് DNA. കോശത്തിന്റെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമാണ്. കോശത്തിന്റെ DNA സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു. രണ്ടാമത്തത് മാനേജ് സെൽ ഫങ്ഷൻസ്, അതായത് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മൂന്നാമത്തത് സെൽ വാൾ ആണ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് സെൽ വാൾ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതായത് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ്, മീൻസ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും എന്ന 3 ഘടകങ്ങൾ കൊണ്ടാണ്. ഇതൊരു റിജിഡ് വാളാണ്, മീൻസ് കട്ടിയുള്ള ഒരു ഭിത്തിയാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടറി അറൌണ്ട് ദ പ്ലാന്റ് സെൽ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ മെമ്പറൈൻ ദാറ്റ് പ്രൊവൈഡ് സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. അതായത് സെൽ മെമ്പറൈനും കോശത്തിനും നടുവിലായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിന് അതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഭാഗമാണ് സെൽ വാള്. ഇത് സ്ട്രക്ചറും സപ്പോർട്ടും നൽകുന്നു. സെല്ലിന്, കോശത്തിനൊരു രൂപവും അല്ലെങ്കിൽ ഒരു ആകൃതിയും അതുപോലെ തന്നെ അതിനെ താങ്ങി നിർത്താനും സഹായിക്കുന്നു. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ക്ലിയർ ആയോ? ക്ലിയർ? ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അനു പി ജെ, സെല്ലിന്റെ ഷേപ്പ് എന്താ? കോശത്തിന്റെ ഷേപ്പ്, ആകൃതി എന്താ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. റിസാന, ഫാത്തിമത്ത് റിസാന, സെല്ലിന് പ്രധാനമായിട്ടും എത്ര ഭാഗങ്ങളാണുള്ളത്? ഏതൊക്കെയാ? ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ജാഷിറ ബഷീർ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ജാഷിറ മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. ജ്യോതിഷ് എം, ജ്യോതിഷ് എം. ഓക്കെ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായോ? ന്യൂക്ലിയർ മെമ്പറൈൻ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. രാജു, രാജു. ഓക്കെ, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, റിബിന, റിബിന, സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. സിനൂസ്, സിനൂസ്, വാട്ട് ആർ ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, സിനു മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. ഷഹാന മുജീബ്, ഷഹാന മുജീബ്, ഷഹാന മുജീബ്, നോ റെസ്പോൺസ്.
ഫഹ്മിദ ഫഹിം. ഫഹ്മിദ ഫഹിം. No response. Fahmina PS. Fahmina PS. What are the basic constituents of the cytoplasm? സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തു. ധനുഷ. ധനുഷ ധനുഷ. നോ റെസ്പോൺസ്. അനില കെ വി. അനില കെ വി. ഏഞ്ചൽ മാത്യു. ഏഞ്ചൽ മാത്യു. ന്യൂക്ലിയസ് എന്താ? ഓക്കെ വെരി ഗുഡ്. ഓക്കെ അനഗാബി. ഓർഗനലെ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ വെരി ഗുഡ്. അഖില എം. അഖില എം. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ അഖില മ്യൂട്ട് ചെയ്തോ. കേൾക്കുന്നില്ല. അഖില കേൾക്കുന്നില്ല. മ്യൂട്ട് ചെയ്തോ. അഖില മ്യൂട്ട് ചെയ്തോ. കേൾക്കുന്നില്ല. മനീഷ് പി വി. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല. അങ്ങനെയാണോ? എനിക്ക് മ്യൂട്ട് ചെയ്തോ. രാജു. യൂകാരിയോട്സ് ഓർഗാനിസം ഉള്ള കോശങ്ങളെയാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആനിമൽസും പ്ലാന്റ്സും. ഓക്കെ മ്യൂട്ട് ചെയ്തോ. റസാഖ് റംഷിദ. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ എന്താണ്? സെൽ മെംബ്രെയിൻ ഇല്ലേ, ഒന്നാമത്തെ ഘടകം, ഓർഗനൽസിലെ ഒന്നാമത്തെ ഘടകം സെൽ മെംബ്രെയിൻ. സ്ട്രക്ചർ എന്താണ്? ഓക്കെ വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഷീഫ് ആഷ്. ആരാണ് ഈ ഷീഫ് ആഷ്? ഓക്കെ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ എന്താണ്? അതിന്റെ ഫംഗ്ഷൻ എന്താ? ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ ഗുഡ്. ഓക്കെ വെരി ഗുഡ്. എനിക്ക് മ്യൂട്ട് ചെയ്തോ. മുക്സിന മുക്സി. മുക്സിന മുക്സി. റഹ്ന പ്രവീൺ. റഹ്ന പർവീൻ. റഹ്ന പർവീൻ. ഓക്കെ സെൽ വാൾ സ്ട്രക്ചർ എന്താണ്? കോശഭിത്തിയാണ് സെൽ വാൾ കേട്ടോ. ഓക്കെ അതൊരു കട്ടിയുള്ളൊരു ഭിത്തിയാണ്. അതെങ്ങനെ നിർമ്മിച്ചേക്കുന്നത്?
എന്തൊക്കെ ഘടകങ്ങളുണ്ട് അതില്? ഓക്കെ ഓക്കെ, ടൈം ആയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ നിങ്ങൾ സൽവാളൊക്കെ പഠിച്ചിട്ട് വരാം, എല്ലാം പഠിച്ചിട്ട് വരാം. ഈ 3 മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓർഗനൽസ് ഞാൻ ഇന്ന് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും, യൂട്യൂബിൽ ക്ലാസ് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇല്ലില്ല, ആരില്ലാന്ന് തിരത്തില്ല. അറ്റൻഡൻസ് എടുക്കാൻ പറ്റില്ല അവരുടെ. പക്ഷെ ഇങ്ങനെ ഇത് കാണാം, പേര് കാണാം.